നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരു വിദ്യാർത്ഥി തൻ്റെ അധ്യാപകൻ്റെ അഡ്വൈസറായ കഥ കേൾക്കണോ നിങ്ങൾക്ക്? എന്താണ് സ്കലോനിയും ലൂയിസ് ഡിലാഫിയോൻ്റെയും തമ്മിലുള്ള ബന്ധം? എപ്പോൾ മാധ്യമങ്ങളെ കണ്ടാലും ഡിലാഫിയോൻ്റെ കുറിച്ച് ചോദിച്ചാൽ സ്കലോനിക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ, സ്കലോനിയെക്കുറിച്ച് ചോദിച്ചാൽ ഡിലാഫിയോൻ്റെക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. സോ ലൂയിസ് ഡിലാഫിയോൻ്റെ ആൻഡ് ലയണൽ സ്കലോനി ഇന്നലെ ഫിഫ ഇവൻറ്റിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴും വല്ലാത്തൊരു ഹഗ്ഗാണ് അവർ കൊടുക്കുന്നത്. സ്കലോനി അതിനുശേഷം ഡിലാഫിയോൻ്റെ കുറിച്ച് പറയുന്നത് എൻ്റെ ടീച്ചർ എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഡിലാഫിയോൻ്റെ ആവട്ടെ എൻ്റെ ഫ്രണ്ടാണ് അർജൻറ്റീനയെ പരിശീലിപ്പിക്കുന്നത്. 2 കോപ്പ അമേരിക്കകളും ഒരു വേൾഡ് കപ്പൊക്കെ നേടിയ ടീമിനോട് എനിക്ക് വലിയ രൂപത്തിലുള്ള ബഹുമാനം മാത്രമേ ഉള്ളൂ എന്ന് ഡിലാഫിയോൻ്റെയും പറയുന്നത്. സോ എന്താണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം? സ്ട്രൈറ്റ് ആയിട്ട് ഉത്തരം പറയാം. എന്തിനു വെറുതെ വളച്ചു കിട്ടുന്നു? സ്കലോനിയുടെ അധ്യാപകനാണ് ലൂയിസ് ഡിലാഫിയോൻ്റെ. എവിടെ? സ്കലോനി കോച്ചിങ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കോച്ചിങ് കോഴ്സിന് ചേർന്നപ്പോൾ അവിടെ അധ്യാപകനായിരുന്നു ലൂയിസ് ഡിലാഫിയോൻ്റെ. അപ്പോൾ ആശാനും ശിഷ്യനും എന്ന് വേണമെങ്കിൽ പറയാം, മാസ്റ്ററും അപ്രൻറ്റീസും എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. വിശദമായിട്ട് നമ്മൾ കാര്യങ്ങളിലേക്കൊന്ന് പോവുകയാണ്. രണ്ടുപേരും ഏതാണ്ട് ഒരുപോലെയാണ് അവരുടെ കോച്ചിങ് കരിയറൊക്കെ. സ്കലോനി അർജൻറ്റീന ദേശീയ ടീമിൻ്റെ കോച്ചായി വരുന്നതിന് മുമ്പ് ഒരു സീനിയർ ടീമിനെ പോലും പരിശീലിപ്പിച്ചിട്ടില്ല. ഡിലാഫിയോൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. സെവിയയുടെ യൂത്ത് ടീം, അത്ലറ്റിക് ബിൽബാവോയുടെ യൂത്ത് ടീം, ബിൽബാവോ അത്ലറ്റിക് അത് അവിടുത്തെ ബി ടീമാണ്. പിന്നെ അലാവസിനെ മാത്രമാണ് ഒരു സീനിയർ ടീമിനെ അധികം പരിശീലിപ്പിച്ച്. അത് കഴിഞ്ഞ് സ്പാനിഷ് അണ്ടർ-19, സ്പാനിഷ് അണ്ടർ-21, സ്പാനിഷ് അണ്ടർ-23 ഇങ്ങനെ പോയിട്ടാണ് 2022 അദ്ദേഹം സ്പാനിഷ് ടീമിൻ്റെ കോച്ചായിട്ട്, സീനിയർ ടീമിൻ്റെ കോച്ചായിട്ട് വരുന്നത്. അതാണ് രണ്ടുപേരുടെയും വഴികൾ ഏതാണ്ട് ഒരുപോലെയാണ് എന്ന് പറയാം. ഈ ഫൈനലിന് മുമ്പുള്ള പ്രസ് കോൺഫറൻസിൽ ഇന്നലെ ലയണൽ സ്കലോനി കോച്ച് ലൂയിസ് ഡിലാഫിയോൻ്റെ കുറിച്ച് പറഞ്ഞത് എനിക്ക് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഓർമ്മകളാണ് അദ്ദേഹത്തോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ. തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കോച്ചുമാരിൽ ഒരാളാണ് ലൂയിസ് ഡിലാഫിയോൻ്റെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എപ്പോഴും കാര്യങ്ങളിങ്ങനെ ചിക്കിച്ചികഞ്ഞ് നോക്കുന്ന, കുറേ ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ ചോദിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ടീച്ചർ എന്ന നിലയിൽ അദ്ദേഹം ഒരിക്കലും അതിനെ തടഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലായ്പ്പോഴും ഒരു നല്ല മനുഷ്യനാണ് എന്നാണ് ഇന്നലെ സ്കലോനി പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ 2017 സ്കലോനി അന്ന് സാമ്പോളിയുടെ കോച്ചിങ് സ്റ്റാഫിൻ്റെ ഭാഗമാണ്. അർജൻറ്റീന ദേശീയ ടീമിൻ്റെ അസിസ്റ്റൻ്റ് കോച്ച് റോളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് യുവേഫ പ്രോ ലൈസൻസ് എടുക്കേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്ത് ലൂയിസ് ഡിലാഫിയോൻ്റെ സ്പാനിഷ് നാഷണൽ യൂത്ത് ടീമുകളെയൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ അദ്ദേഹം റോയൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനിൽ അദ്ദേഹം ആ രൂപത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. കോച്ചിങ് കോഴ്സുകളിൽ അദ്ദേഹം പ്ലേയിങ് സിസ്റ്റത്തിനെ കുറിച്ചും ടാക്ടിക്സിനെ കുറിച്ചും ഒക്കെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് അദ്ദേഹം കോച്ച് ലയണൽ സ്കലോനിയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ കോച്ചിങ് ക്ലാസ്സിൽ വേറെയും ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ട്രെയിനിങ് കോംപ്ലക്സിൽ. അതിലിപ്പം ഹാവിയർ സാവിയോള, ലിയോ ഫ്രാങ്കോ, ഹൂലിയോ സെസാർ, ഇങ്ങനെ കുറേ വളരെ പേരുകേട്ട ആളുകൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അന്ന് സ്കലോനിക്കൊപ്പം. പക്ഷേ അതിൽ സ്കലോനിയോളം നേട്ടങ്ങളിലേക്ക് പോയ മറ്റൊരു സ്റ്റുഡൻ്റ് ഇല്ല ലൂയിസ് ഡിലാഫിയോൻ്റെ. ഒരുപക്ഷെ ലൂയിസ് ഡിലാഫിയോൻ്റെക്കാൾ നേട്ടങ്ങളിലേക്ക് പോയി. 2 കോണ്ടിനെൻ്റൽ കപ്പുകളും ഒരു വേൾഡ് കപ്പൊക്കെ നേടിക്കൊണ്ട് അദ്ദേഹം വേറെ ലെവൽ ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള നേട്ടങ്ങളാണ്. അതായത് കോപ്പ അമേരിക്ക 2021, 2024 കോപ്പ അമേരിക്ക, ഫൈനലിസിമ 2022, 2022 വേൾഡ് കപ്പ്. എന്ത് സംശയമുള്ളത്? ഇദ്ദേഹത്തോളം മികച്ച ഒരു സ്റ്റുഡൻറ്റിനെ വേറെ കിട്ടാനുണ്ട് ലൂയിസ് ഡിലാഫിയോൻ്റെക്ക്. അവരുടെ സ്റ്റോറീസ് ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഒരുപോലെയാണ് എന്ന് പറഞ്ഞു. അതായത് അണ്ടർ-18 ടീമിലും അണ്ടർ-21 ടീമിലും ഒളിമ്പിക് ടീമിലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് ഒടുവിൽ 2022 ഡിസംബറിലാണ് ലൂയിസ് എൻട്രിക്കെ വിട്ടുപോകുമ്പോൾ ലൂയിസ് ഡിലാഫിയോൻ്റെ അവരുടെ കോച്ചായിട്ട് വരുന്നത്. ഏതായാലും സ്കലോനി ആവട്ടെ ടെമ്പററി കോച്ചായിട്ട് വന്നയാളല്ലേ, പിന്നീട് അവിടെ നിന്ന് ആണല്ലോ ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അത്തരത്തിലൊരു സിമിലാരിറ്റി ഈ രണ്ടുപേരുടെയും കോച്ചിങ് കരിയറിലുമുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ അഡ്വൈസ് എപ്പോഴാണ് കൊടുത്തതെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും
കഴിഞ്ഞ വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം സംഭവിച്ചൊരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഉള്ള വിജയത്തിന് ശേഷം നമ്മുടെ ലയണൽ സ്കലോനി പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ടീച്ചറാണ്, കോച്ചിങ് കോഴ്സിൻ്റെ ടീച്ചറാണ് എന്നതിനപ്പുറത്തേക്ക് എനിക്ക് അദ്ദേഹവുമായിട്ട് ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്രോച്ചബിലിറ്റി, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ പോയി കാണാം, കാര്യങ്ങൾ സംസാരിക്കാം. അത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ ഞാൻ ഓർക്കുന്നു ഖത്തറിൽ വെച്ചിട്ടായിരുന്നത്. വേൾഡ് കപ്പ് വിജയത്തിനൊക്കെ ശേഷം കോച്ചുമാരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഫിഫയുടെ ഒരു പ്രോഗ്രാം. അതിൽ വെച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അന്ന് അദ്ദേഹവുമായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ കോച്ചിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ടീമിന് ഗുണകരമാവുന്ന രൂപത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനതൊരു അഹങ്കാരമായിട്ട് പറയുന്നതല്ല, നല്ല രൂപത്തിലാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ദേശീയ ടീമിൻ്റെ എൻ്റെ ഒരു സക്സസ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു എന്നുകൂടി ഇപ്പോൾ ലയണൽ സ്കലോനി പറയുന്നത്. അതേസമയം ലൂയിസ് ദിലാഫ്യൂൻ്റെയും പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ലയണൽ സ്കലോനി വാസ് എ ഡിലിജൻറ്റ് സ്റ്റുഡൻറ്റ് വിത്ത് എ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. സോ അതേസമയം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി വളരണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ടീച്ചറാവാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു ആദരമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് ലൂയിസ് ദിലാഫ്യൂൻ്റെയും പറയുന്നത്. ഏതായാലും ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. രണ്ട് മാസ്റ്ററും അപ്രൻറ്റീസും, അല്ലെങ്കിൽ ടീച്ചറും സ്റ്റുഡൻറ്റും രണ്ട് ടീമിനെ പരിശീലിപ്പിച്ചിറക്കുന്നു. അപ്പം എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ആശാൻ ജയിക്കുമോ അതല്ല ശിഷ്യൻ ജയിക്കുമോ, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.